പാക് ഭീകരത വെളിപ്പെടുത്തുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ സംഘം, ഏതൊക്കെ രാജ്യങ്ങളിൽ, ഏത് രീതിയിൽ പുരോഗമിക്കുന്നു വിദേശ പര്യടനം? വിനീഷ, പാക് ഭീകരത ലോകരാജ്യങ്ങളോട് വെളിപ്പെടുത്തുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം ഇന്നും പുരോഗമിക്കുകയാണ്. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കുന്ന സംഘം സിംഗപ്പൂരിലെ സന്ദർശനത്തിന് ശേഷം ഇന്തോനേഷ്യയിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നാലും ഇന്തോനേഷ്യയിലെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പ്രതിനിധികളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം ഈ സംഘം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മറ്റു വിവിധ സംഘങ്ങളൊക്കെ തന്നെയും വിവിധ രാജ്യങ്ങളിലായി ഇപ്പോൾ പര്യടനം നടത്തുകയാണ്. ഇതിനോടകം തന്നെ വിവിധ രാജ്യങ്ങൾ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടിൽ പിന്തുണ പ്രഖ്യാപിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗ്രീസിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. ബൈജയന്ത് പാണ്ഡ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം കുവൈത്തിലെ പര്യടനം പൂർത്തീകരിക്കുകയും പിന്നീട് സൗദി അറേബ്യയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ പര്യടനത്തിനിടെ ദേഹാശ്വാസം അനുഭവപ്പെട്ടുള്ള ഗുലാം നബി ആസാദ് കുവൈത്തിലെ ആശുപത്രിയിൽ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അൾജീരിയയിലും സൗദി അറേബ്യയിലും വിദേശ പര്യടനം ഗുലാം നബി ആസാദിന് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിരവധി മേഖലകളിലായി, അതായത് 32ഓളം രാജ്യങ്ങളിലായി 7 സംഘങ്ങൾ ഇപ്പോഴും പര്യടനം നടത്തുകയാണ്. പനാമയിൽ നിന്നുള്ള പര്യടനം പൂർത്തീകരിച്ച് മറ്റു രാജ്യത്തേക്ക് ശശി തരൂർ MPയുടെ സംഘവും എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ 7 സംഘങ്ങളും 32 രാജ്യങ്ങളിലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നയതന്ത്ര വിദഗ്ധരുമായും ഇന്ത്യൻ സമൂഹമായും വിദേശകാര്യ മന്ത്രാലയവുമായും നടത്തുകയും ചെയ്തിട്ടുണ്ട്. പാക് ഭീകരതയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഈ വിദേശ രാജ്യങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കുകയും അത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ പര്യടനങ്ങൾ നടക്കും. ശരി, അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.